നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധം. SFI പ്രവർത്തകർ തെരുവുകൾ ക്ലാസ് മുറിയാക്കി പ്രതിഷേധിച്ചു. ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിട്ട നടപടി. മാധ്യമപ്രവർത്തകർ സത്യാഗ്രഹ സമരം നടത്തി. കരട് വാർഡ് വിഭജനം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ സിറ്റിംഗ് കാസർഗോട്ട് നടന്നു. അധികൃതരുടെ നിഷേധാത്മക നിലപാട്. കായികാധ്യാപകർ DDU ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഴക്കാല രോഗങ്ങൾ പടരുന്നു. കാഞ്ഞങ്ങാട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ വൻ പ്രതിഷേധം. SFI പ്രവർത്തകർ തെരുവുകൾ ക്ലാസ് മുറിയാക്കി പ്രതിഷേധിച്ചു. അധ്യയന വർഷം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോഴും പാഠപുസ്തകങ്ങൾ എത്തിക്കാത്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാവുന്നു. SFIയുടെ നേതൃത്വത്തിൽ തെരുവുകൾ പാഠശാലയാക്കി പ്രതിഷേധിച്ചു. സ്കൂൾ യൂണിറ്റുകളും ഏരിയ കമ്മിറ്റികളും പ്രതിഷേധത്തിന് നേതൃത്വമേകി. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന തെരുവ് പാഠശാല SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കേണ്ട വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് തെരുവിൽ ഇങ്ങനെ ഇരുന്ന് സായാഹ്നത്തിൽ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മാറേണ്ടി വന്നതെന്ന് നല്ല ധാരണയുള്ള ആളുകളാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം. കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ എല്ലാം അപമാനപ്പെടുത്തുന്നതിലേക്കുള്ള സമീപനങ്ങൾ എടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDFന്റെ ഗവൺമെന്റും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും അത്തരം സമീപനങ്ങളെല്ലാം ദൈനംദിനം ഈ പൊതുസമൂഹത്തിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ തെരുവ് പാഠശാല സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഇത്തരം ഒരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം 1-ാം തീയതി അധ്യയനം ആരംഭിച്ച് ഒരു മാസം പൂർത്തീകരിക്കുന്ന വേളയിൽ വൈശാഖ് ശോഭനൻ അധ്യക്ഷനായി. വിദ്യാധരൻ, സിദ്ധാർത്ഥ്, K. നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിടുന്ന നടപടിക്കെതിരെ മാധ്യമപ്രവർത്തകർ സമരരംഗത്ത്. ഇതിന്റെ ഭാഗമായി കാസർഗോട്ട് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. വാർത്താമാധ്യമ പ്രവർത്തകരെ ദുർബലരാക്കി തങ്ങളുടെ വറുതിക്ക് നിർത്തുന്നതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിലനിൽപ്പ് സമരം നടന്നു. P. കരുണാകരൻ MP സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല സ്ഥാപനങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥാപനത്തിന് നിലനിൽപ്പ് എന്ന പേരിൽ ജീവനക്കാരുടെ എണ്ണം കുറക്കുക, ജീവനക്കാർക്ക് ന്യായമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക, സമരം ചെയ്ത് നിങ്ങൾ നേടിയെടുത്ത വേജ് ബോർഡിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക, യഥാർത്ഥത്തിൽ സ്ഥിരം ജീവനക്കാരില്ലാത്ത നിലയിലേക്ക് മാധ്യമരംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സവിശേഷതയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MO വർഗീസ് അധ്യക്ഷനായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TK രാജൻ, PG ദേവ്, KP മുഹമ്മദ് അഷഫ്, KV കൃഷ്ണൻ, KA നാരായണൻ, CMA ജലീൽ, കരിവള്ളൂർ വിജയൻ, ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി, VV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. മാതൃഭൂമിയിൽ നിന്നും പിരിച്ചുവിട്ട C. നാരായണനെ തിരിച്ചെടുക്കുക, മാതൃഭൂമി മാനേജ്മെന്റിന്റെ തൊഴിലാളി പീഡനം അവസാനിപ്പിക്കുക, ഇന്ത്യ വിഷൻ ജീവനക്കാർക്ക് തൊഴിലും കൂലിയും നൽകുക, കേരള കൗമുദിയിൽ വേജ് ബോർഡ് നടപ്പാക്കുക, ജീവൻ TV പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, വാർത്താമാധ്യമ വ്യവസായത്തിന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുക്കുക, മാധ്യമ ജനാധിപത്യം സംരക്ഷിക്കുക എന്നിവയാണ് സമരത്തിന് ആധാരമായ കാര്യങ്ങൾ. സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജൂലൈ 13 വരെ മാധ്യമപ്രവർത്തകർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് റിലേ സത്യാഗ്രഹം നടത്തും. വിവിധ ജില്ലകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കും. ഭാരതീയ മഹിളാ മോർച്ച മധൂർ പഞ്ചായത്ത് കൺവെൻഷൻ ഗട്ടി സമാജ് ഭവനത്തിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ഭാരതീയ ജനത മഹിളാ മോർച്ചയെ പഞ്ചായത്ത് തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മധൂർ പഞ്ചായത്ത് കൺവെൻഷൻ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മധൂർ പറക്കില ഗട്ടി സമാജ ഭവനത്തിൽ നടന്നു. കൺവെൻഷൻ മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി സംഗീത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി. രണ്ട് മുന്നണികളും ഘടകകക്ഷികളെയും ഉപയോഗിച്ചുകൊണ്ട് മത്സരിച്ച് വിജയം നേടിയപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ച BJP ചരിത്ര നേട്ടം തന്നെയാണ് നേടിയിട്ടുള്ളത്. അത് നമ്മുടെയൊക്കെ ആത്മാഭിമാനവും നമ്മുടെയൊക്കെ വിശ്വാസതയും ഊട്ടിയുറപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കേരളത്തിന്റെ മണ്ണിൽ. ഇതിന്റെയൊക്കെ ഗുണം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്ര നായകൻ നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. ആ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നല്ല നല്ല പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ജനങ്ങൾ ആ പാർട്ടി
സംസ്ഥാന സെക്രട്ടറി ശൈലജ ഭട്ട്, ജില്ലാ പ്രസിഡന്റ് രത്നാവതി, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. കരട് വാർഡ് വിഭജനം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സിറ്റിംഗ് കാസർഗോട്ട് നടന്നു. ജില്ലയിലെ 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങളെ തുടർന്ന് പരാതികളും നിർദ്ദേശങ്ങളും അറിയാൻ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. ഇത് സംബന്ധിച്ച സംസ്ഥാനത്തെ ആദ്യ ഹിയറിംഗ് ആണ് ഇവിടെ നടന്നത്. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ K. ശശിധരൻ നായർ, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാൽ, കളക്ടർ PS മുഹമ്മദ് സഗീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ആകെ 190 പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത്. കായികാധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത കായികാധ്യാപക സംഘടന DDE ഓഫീസ് ധർണ നടത്തി. KM ബല്ലാൾ ഉദ്ഘാടനം ചെയ്തു. കേരളം മൊത്തമാകെ ഒരു 12,000 സ്കൂളുകൾ ഉണ്ടെങ്കിൽ ആകെ കായികാധ്യാപകരുടെ സംഖ്യ എന്നുള്ളത് 1,800 ചുരുങ്ങിക്കൊണ്ടുണ്ട്. കേന്ദ്ര സർക്കാർ നിരവധി ഫണ്ടുകൾ കായിക വിദ്യാഭ്യാസത്തിന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരവധി ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടുണ്ട്. ഏകദേശം ഒരു കൊല്ലത്തിൽ 280 കോടിയോളം രൂപ കേരളത്തിന് കായിക വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണമെന്നുള്ള കുട്ടികളുടെ അവകാശ നിയമത്തിൻ്റെ അടിയായി അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് കൂടി തന്നുകൊണ്ടിരിക്കുന്നു. അശോകൻ ധർമ്മത്തടുക്ക അധ്യക്ഷനായി. ചടങ്ങിൽ വിജയകൃഷ്ണൻ, ലതിക ടീച്ചർ, രജീഷ് വെള്ളാട്ട്, പ്രദീപ് കുമാർ, സുനിൽ കുമാർ EV എന്നിവർ സംസാരിച്ചു. NRLM ഫണ്ട് കൈമാറി. വനിതാ കശുവണ്ടി സംസ്കരണ സമിതിയാണ് ഫണ്ട് നൽകിയത്. കുടുംബശ്രീ സംരംഭമായ സഫലം വനിതാ കശുവണ്ടി സംസ്കരണ സമിതിക്ക് കശുവണ്ടി സംഭരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കുടുംബശ്രീ മിഷൻ NRLM ഫണ്ടിൽ നിന്നും 33 ലക്ഷം രൂപ അനുവദിച്ചു. P. കരുണാകരൻ MP ചെക്ക് കൈമാറി. പ്രത്യേകിച്ച് കുടുംബശ്രീ മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്തിലാകെ നടക്കുമ്പോൾ ഇതുപോലെ തൊഴിൽ നൽകുക, അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കുക, അത് കുറെ കൂടി ക്രിയേറ്റീവായിട്ടുള്ള വർക്കിലേക്ക് ഒരു ഭാവനാപൂർണമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടായ പ്രയാസം ഇവിടെ പറഞ്ഞു. ആദ്യം ജില്ലാ പഞ്ചായത്തിൽ നൽകിയ സംഖ്യ തിരിച്ചടക്കേണ്ടി വന്നു. പക്ഷേ ഈ യൂണിറ്റിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് വീണ്ടും സംഖ്യ അനുവദിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷനായി. ജില്ലയിലെ 12 കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾക്ക് ഇതുവഴി സഹായം ലഭിക്കുന്നതാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുള്ള ഹാജി, ADM H. ദിനേശൻ, ലീഡ് ബാങ്ക് മാനേജർ അരവിന്ദാക്ഷൻ, ADM C. മുഹമ്മദ് കുഞ്ഞി, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് ചെമ്പരിക്ക, KV വിജയൻ എന്നിവർ സംസാരിച്ചു. മനുഷ്യസ്നേഹിയും പ്രഗത്ഭ ഭരണാധികാരിയും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ഡോക്ടർ BC റോയിയുടെ ഓർമ്മദിനത്തിൽ ഡോക്ടേഴ്സ് ഡേ കൊണ്ടാടി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സമൂഹത്തോടുള്ള ഡോക്ടർമാരുടെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. കാഞ്ഞങ്ങാട് IMA ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ A. ശ്രീനിവാസ് IPS ഉദ്ഘാടനം ചെയ്തു. But still, I have a couple of words to say. I keep seeing WhatsApp messages from the group, the MMC patch, the internet patch people. They keep commenting a lot of things. They keep discussing a lot of things. I definitely don't say only doctors should do charity. Definitely the kind of difficulty we put in getting a medical seat, doing a MBBS, after that getting a PG seat in a desired college, desired subject, then settling down. It is definitely a very tough task. We have a long journey. We do a long journey after that. Doctors settle. Definitely, we can't expect as a society always speaks from an emotional angle, from this thing that fully that doctors should do charity. Definitely, I don't say fully doctors should do charity. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. സുധാകരൻ മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് IMA പ്രസിഡന്റ് ഡോക്ടർ T. കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ TV പത്മനാഭൻ, ഡോക്ടർ തിഡിൽ അബ്ദുൾ ഖാദർ, ഡോക്ടർ TK നന്ദകുമാർ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ KG പൈ, ഡോക്ടർ P. കൃഷ്ണൻ, ഡോക്ടർ ബൽറാം നമ്പ്യാർ എന്നിവർ ആശംസകൾ നേർന്നു.
കാഞ്ഞങ്ങാട് IMA സെക്രട്ടറി ഡോക്ടർ M മണികണ്ഠൻ നമ്പ്യാർ നന്ദി പറഞ്ഞു. ഇനി പുണ്യം തേടി. SYSന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന റമസാൻ പ്രഭാഷണ പരമ്പര സമാപിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു പരമ്പര നടന്നുവന്നത്. 3 ദിനങ്ങളിലായി നടന്നുവന്ന SYS ഹോസ്ദുർഗ് സോൺ റംസാൻ പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനം. പുതിയകോട്ട ടൗൺ ഹാളിൽ നടന്ന പരിപാടി M അലി കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞാൽ മുത്തവക്കീലീങ്ങളായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ തവസ്സുലും ഇസ്തിഗാസയുടെ വിഷയം എവിടെയും വരുന്നില്ല, ഇല്ലേ? എന്നാൽ മുത്തവക്കീൽ അല്ലെങ്കിലോ അവൻ ദുആ ചെയ്യണം. ആ ദുആ നേരിട്ടാവുന്നതിനേക്കാളും ഒരു വസീലയെ ചേർത്തുകൊണ്ടാണെങ്കിൽ അത് ഏറ്റവും വലിയ അഭികാമ്യമാണ്. അതാണ് എന്ന് അല്ലാഹ് പഠിപ്പിക്കാൻ കാരണമെന്ന് ഇമാം ബൈലാവി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാം. സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി, D അബ്ദുള്ള ഹാജി, CH ആലിക്കുട്ടി ഹാജി, K അബ്ദുൽ ഖാദർ അഴീത്തല, ബഷീർ തളങ്കര, പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജി, ഡോക്ടർ KP അബ്ദുള്ള, CA ഹമീദ് മൗലവി എന്നിവർ സംസാരിച്ചു. അഷ്റഫ് അഷ്റഫി സ്വാഗതവും മുഹമ്മദ് അംജദി നന്ദിയും പറഞ്ഞു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ സഹകരണത്തോടെ കല്യാൺ റോഡ് കൈരളി കലാകായിക കേന്ദ്രത്തിലാണ് ക്യാമ്പ് നടന്നത്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N സുലേഖ ഉദ്ഘാടനം ചെയ്തു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധി നിയന്ത്രണം, അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരുന്നതിന് മുൻപേയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ളത്. മഴക്കാലം വരുന്നതിന് മുൻപേയുള്ള മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും കുറേ നാളുകൾക്ക് മുൻപായി തന്നെ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നഗരസഭ DMO ഡോക്ടർ മധുസൂദനൻ നമ്പൂതിരി ക്യാമ്പിനെ കുറിച്ച് വിശദീകരണം നടത്തി. ഡോക്ടർ ലീന, ഡോക്ടർ ഉഷ എന്നിവർ ക്യാമ്പിന് നേതൃത്വമേകി. C രാധ അധ്യക്ഷയായി. അംബിക സ്വാഗതം പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. ന്യൂമോണിയ ബാധിച്ച് മെക്കാനിക് മരിച്ചു. ബദിയടുക്ക ദർബത്തിടുക്കയിലെ പ്രകാശ് ചന്ദ്രനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. കടനാട്ടം മോഹൻലാലാണ് അറസ്റ്റിലായത്. SKSSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റമസാൻ പ്രഭാഷണം സമാപിച്ചു. നിരവധി പേരാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന മതപ്രഭാഷണ പരമ്പര ശ്രവിക്കാൻ എത്തിയത്. SYS തീരദേശ സംഗമം വെള്ളിയാഴ്ച നടക്കും. 4 മണിക്ക് നടക്കുന്ന പരിപാടി സയ്യിദ് UPS തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുളിയാർ സുബ്രഹ്മണ്യ ക്ഷേത്ര ബ്രഹ്മകലശം 14 നടക്കും. വിവിധ പരിപാടികൾ അരങ്ങേറും. പരിമിത സാഹചര്യങ്ങളോട് പൊരുതി റീന പഠിച്ചു മിടുക്കിയായി. അനുമോദനവുമായി തൊഴിലാളികൾ റീനയുടെ അരികിലേക്ക് ഓടിയെത്തി. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ച് റാങ്ക് നേടിയ രാവണേശ്വരത്തെ കാർത്യായനിയുടെ മകൾ റീനയെ അനുമോദിച്ചു. രാവണേശ്വരം ദിനേശ് BD ബ്രാഞ്ചിലെ തൊഴിലാളികളാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. സഹപ്രവർത്തകയുടെ മകൾ കണ്ണൂർ സർവകലാശാലയിലെ BSc പരീക്ഷയിൽ റാങ്ക് നേടിയപ്പോൾ അനുമോദിക്കാൻ അവർ ഒത്തുചേരുകയായിരുന്നു. 2015 വർഷത്തെ BSc പ്ലാൻ സയൻസ് പരീക്ഷയിലാണ് റീന റാങ്കിന് അർഹയായത്. AK നാരായണൻ ഉപഹാരം വിതരണം ചെയ്തു. കോട്ടച്ചേരി സംഘം പ്രസിഡന്റ് M കുഞ്ഞമ്പു അധ്യക്ഷനായി. നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ അശോകൻ മാസ്റ്റർ, CPM ലോക്കൽ സെക്രട്ടറി M ബാലകൃഷ്ണൻ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം M സബീഷ്, P ദാമോദരൻ, B ബാലകൃഷ്ണൻ, E കാര്യമ്പു, KP കമലാക്ഷി, PP തങ്കമണി, P ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധം. SFI പ്രവർത്തകർ തെരുവുകൾ ക്ലാസ് മുറിയാക്കി പ്രതിഷേധിച്ചു. ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിട്ട നടപടി. മാധ്യമപ്രവർത്തകർ സത്യാഗ്രഹ സമരം നടത്തി. കരട് വാർഡ് വിഭജനം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സിറ്റിംഗ് കാസർഗോട്ട് നടന്നു. അധികൃതരുടെ നിഷേധാത്മക നിലപാട്. കായികാധ്യാപകർ DDU ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഴക്കാല രോഗങ്ങൾ പടരുന്നു. കാഞ്ഞങ്ങാട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.